أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إني وجدت امرأة تملكهم وأوتيت من كل شيء ولها عرش عظيم. وجدتها وقومها يسجدون للشمس من دون الله وزين لهم الشيطان أعمالهم فصدهم عن السبيل فهم لا يهتدون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1273 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 23-24 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إني وجدت امرأة تملكهم وأوتيت من كل شيء ولها عرش عظيم. وجدتها وقومها يسجدون للشمس من دون الله وزين لهم الشيطان أعمالهم فصدهم عن السبيل فهم لا يهتدون. صدق الله العلي العظيم. സൂറത്ത് നംലിലെ 23-24 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് നംലിൽ സുലൈമാൻ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശ്രദ്ധേയമായ കാര്യങ്ങളാണ് വിവരിക്കപ്പെടുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അള്ളാഹു ജിന്നുകളിലും മനുഷ്യരിലും പക്ഷികളിലും പെട്ട സേനാനികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു സൈന്യത്തെ നാം ഒരുക്കി കൊടുക്കുകയുണ്ടായി. അതേപോലെ തന്നെ പക്ഷികളുടെ മന്ത്യത്ത് സംസാര ഭാഷ അദ്ദേഹത്തിന് നാം വശപ്പെടുത്തി കൊടുക്കുകയുണ്ടായി എന്നൊക്കെ അള്ളാഹു വിവരിക്കുന്നത് നമ്മൾ നേരത്തെ ഈ സൂറത്തിലെ പിന്നിട്ട ആയത്തുകളിൽ കാണുകയുണ്ടായി. ഒരു ദിവസം സുലൈമാൻ അലൈഹിസ്സലാം തന്റെ പക്ഷി വിഭാഗത്തിൽപ്പെട്ട സേനാനികളുടെ വ്യൂഹത്തെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹുദ്ഹുദ് പക്ഷി, സേനാനികളിൽ ഒരാളായ ഹുദ്ഹുദ് പക്ഷിയെ കാണാനില്ലാത്ത കാര്യം ശ്രദ്ധിക്കുകയും അതിനെ തുടർന്ന് സുലൈമാൻ അലൈഹിസ്സലാം ആ പക്ഷിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുകയുണ്ടായിരുന്നു നമ്മൾ കണ്ടു. ഒട്ടും വൈകാതെ തന്നെ ആ പക്ഷി പ്രത്യക്ഷപ്പെടുകയും എന്നിട്ട് എന്തുകൊണ്ടാണ് താൻ പരിശോധനാ സമയത്ത് സ്ഥലത്ത് ഹാജരാകാതിരുന്നത് എന്ന് വിശദീകരിക്കുകയും ചെയ്തു. എന്റെ തുടക്കത്തിൽ ആ പക്ഷി പറയുകയുണ്ടായത് അഹത്തു ബിമാലം തുഹിത് ബിഹി വജിഅതുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ എന്നാണ്. താങ്കൾക്ക് വേണ്ട വിധത്തില് അറിയാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു കാര്യം എനിക്ക് വിശദമായി അറിയാൻ സാധിച്ചിട്ടുണ്ട്.
സബഅ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് വളരെ വ്യക്തതയും തെളിമയും ഒക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ച് ഉറപ്പുവരുത്തി മനസ്സിലാക്കിയിട്ടുള്ള ചില വിവരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് ഹുദ്ഹുദ് സുലൈമാൻ അലൈഹിസ്സലാമിനോട് വെളിപ്പെടുത്തുകയുണ്ടായത്. അപ്പോ പരിശോധനാ ആ സമയത്ത് വിട്ടുനിന്നതിന്റെ അല്ലെങ്കിൽ അവിടെ സൈന്യത്തോടൊപ്പം കാണാതിരുന്നതിന്റെ കാരണം എന്തെങ്കിലും വിധത്തിൽ ഉത്തരവാദിത്ത രഹിതമായ വിധത്തിൽ പെരുമാറിയത് കൊണ്ടൊന്നുമല്ല. എന്റെ ശ്രദ്ധ വേറെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തിൽ പതിഞ്ഞതുകൊണ്ട് അത് സംബന്ധമായി ചില വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരാൻ ഞാൻ പ്രയത്നിച്ചത് കൊണ്ടാണ് ഈ പരിശോധനാ ഘട്ടത്തിൽ സൈനികരോടൊപ്പം ഉണ്ടാവാതിരുന്നത് എന്നാണ് ഹുദ്ഹുദ് വ്യക്തമാക്കുകയുണ്ടായത്. എന്നിട്ട് അതിന്റെ വിശദാംശങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിൽ നൽകപ്പെടുന്നത്. നമുക്ക് ആ ആയത്തുകളൊന്ന് ശ്രദ്ധാപൂർവം വായിച്ചു നോക്കാം. ഇന്നി വജത്തു ഇമ്രഅതൻ, ഹുദ്ഹുദ് പറയുന്ന ഇങ്ങനെയാണ്: ഞാനൊരു സ്ത്രീയെ കാണാനിടയായി. എന്റെ പറക്കലിനിടയിൽ അല്ലെങ്കിൽ എന്റെ യാത്രക്കിടയിൽ ഞാനൊരു സ്ത്രീയെ കാണാൻ സാഹചര്യമുണ്ടായി, ഒരു വനിതയെ കാണാനിടയായി. ആ സ്ത്രീയുടെ പ്രത്യേകത തംലിക്കുഹും, അവര് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട സബകാരെ കുറിച്ചാണല്ലോ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയെ ഞാൻ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ ഞാൻ കാണാനിടയായി. അവരാണ് അവരുടെ മലിക്കത്തായിട്ട് നിലകൊള്ളുന്നത്. അവരാണ് അവരുടെ രാജ്ഞി. മലിക് എന്ന് പറഞ്ഞ രാജാവാണ്, അതിന്റെ ഫെമിനിൻ ജെൻഡർ മലിക്കത്താണ്, രാജ്ഞി. അപ്പോ തംലിക്കുഹും, അവളാണ് അല്ലെങ്കിൽ അവരാണ് അവരുടെ മേൽ അധികാരം കൈയാളുന്നത്. ആ നാട്ടിലെ സബഅ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മേൽ അധികാരം കൈയാളുന്ന ഭരണാധികാരിയാണ്, രാജ്ഞിയാണ് അവര് എന്നാണ് ഹുദ്ഹുദ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഊത്തിയത്ത് മിൻകുല്ലി ഷൈഇ, എല്ലാ സംഗതികളും നൽകപ്പെട്ടിട്ടുണ്ട് അവർക്ക് എന്ന് പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും സന്നാഹങ്ങളും ഒക്കെ വെൽ എക്വിപ്ഡ് ആയിട്ടാണ് ആ സ്ത്രീ അധികാരം കൈയാളിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന്റെ അധിപ ആയിട്ട്, ഒരു സമൂഹത്തിന്റെ ഭരണാധികാരിയായിട്ട്, രാജ്ഞിയായിട്ട് വാഴുകയാണ് ആ സ്ത്രീ. അങ്ങനെ ഒരു സ്ത്രീയെ എനിക്ക് കാണാനിടയായി. ഇന്നി വജത്തു ഇമ്രഅതൻ തംലിക്കുഹു, ഈ സബഅ് വിഭാഗത്തിന്റെ രാജ്ഞിയായിട്ട് വാഴുന്ന ഒരു സ്ത്രീയെ ഞാൻ കാണാനിടയായി. ഊത്തിയത്ത് മിൻകുല്ലി ഷൈ, എല്ലാ സംഗതികളും അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും സാമഗ്രികളും സൗകര്യങ്ങളും ഒക്കെ സന്നാഹങ്ങളൊക്കെ ഉള്ള വിധത്തിലാണ് അവര് അധികാരം വാഴുന്നത്. വലഹ അർശുൻ അദീം, ശ്രദ്ധേയമായിട്ടൊരു കാര്യം കൂടി ഉണ്ട് എന്നാണ് ഹുദ്ഹുദ് റിപ്പോർട്ട് ചെയ്യുന്നത്. വലഹ അർശുൻ അദീം, അവർക്ക് വലിയ ക്ഷേമമായ ഗംഭീരമായ ഒരു സിംഹാസനവുമുണ്ട്. ഒരു വലിയ രാജകീയമായ ഇരിപ്പിടം അവരുടെ അധികാരത്തെയും പ്രൗഢിയെയും അവരുടെ സ്വാധീനത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗംഭീരമായ അർശ്, ഒരു സിംഹാസനം തന്നെ അവർക്കുണ്ട്. അപ്പൊ പഴയ വ്യവസ്ഥയിൽ നമുക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ്, രാജകീയ പ്രൗഢി കാണിക്കുന്ന രണ്ട് സംഗതികളാണ് പഴയകാലത്ത് തന്നെ രാജാക്കന്മാരും അധികാരികളും ഭരണാധിപന്മാരും ഒക്കെ അവരുടെ അധികാരത്തിന്റെ കരുത്തും ഗാംഭീര്യവും ഒക്കെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി കാണിക്കാറുള്ളത്. ഒന്ന്
അവരുടെ സിംഹാസനമാണ്, മറ്റൊന്ന് അവരുടെ കിരീടമാണ്. ഈ രണ്ട് സംഗതികളാണ്. ചിലപ്പോഴൊക്കെ ചെങ്കോൽ എന്നൊരു പരാമർശവും നമുക്ക് പലയിടങ്ങളിലും കാണാം. അപ്പൊ ഇത് മൂന്നും ചേരുമ്പോൾ അവരുടെ അധികാരത്തിന്റെ പ്രൗഢി, ഗാംഭീര്യം, അതിന്റെ വ്യാപ്തി, ഇതൊക്കെ അതിൽ തന്നെ പ്രകടമാകും. അപ്പൊ ഇവിടെ മലിക്കത്തു സബഇനെ കുറിച്ചാണ് ഹുദ്ഹുദ് ഒരു വിവരണം നൽകുന്നത്. സബകാരുടെ രാജ്ഞിയായിട്ട്, അവരുടെ മേൽ അധികാരം വാഴുന്ന ആളായിട്ട് ഒരു സ്ത്രീയെയാണ് ഞാൻ കാണുകയുണ്ടായത്. അവർക്ക് എല്ലാ സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ അവർക്കുണ്ട്. കൂടാതെ വലഹ അർശുനാദയും, ഗംഭീരമായൊരു സിംഹാസനവും അവർക്കുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ അവരുടെ അധികാരത്തിന്റെയും സാമ്പത്തിക ശേഷിയുടെയും ജനങ്ങളുടെ മേലുള്ള സ്വാധീനത്തിന്റെയും ഒക്കെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് ഈ ഗംഭീരമായ സിംഹാസനത്തെ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ വിലപിടിപ്പുള്ള ലോഹത്തിൽ നിർമ്മിക്കപ്പെട്ടതോ വിലപിടിപ്പുള്ള കല്ലുകൾ പതിച്ചുകൊണ്ടുള്ളതോ വളരെ കലാപരമായിട്ട് ഉണ്ടാക്കിയെടുക്കപ്പെട്ടതോ ഒക്കെ ആയിരിക്കണം അത്. എന്തായാലും അവരുടെ അധികാരവും സ്വാധീനവും പദവിയും ഒക്കെ വെളിപ്പെടുത്തുന്ന വല്ലാത്ത പ്രൗഢിയുള്ള ഒരു അർശാണ്, അതിഭയങ്കരമായ ഗംഭീരമായ ഒരു സിംഹാസനമാണ് അവർക്കുണ്ടായിരുന്നത്. ഈ കാര്യമാണ് ഇവിടെ ഹുദ്ഹുദ് സബഅ് രാജ്ഞിയെ കുറിച്ചുള്ള വിവരണമായിട്ട് നൽകുന്നത്. തുടർന്ന് ഹുദ്ഹുദ് പറയുന്നത് ശ്രദ്ധിക്കുക. വജത്തുഹ വഖൗമഹ, അവളെയും അവളുടെ ജനതയെയും, ആ സ്ത്രീയെയും ഈ രാജ്ഞിയെയും അവരുടെ നാട്ടുകാരെയും ഞാൻ കാണുകയുണ്ടായി. വജത്തുഹ വഖൗമഹ. അപ്പൊ ഈ മലിക്കത്ത് സബഇനെയും അവരുടെ നാട്ടുകാരെയും അവരുടെ ജനതയെയും ഞാൻ കാണുകയുണ്ടായി. യസ്ജുദൂന ലിശംസ്, സൂര്യന് സാഷ്ടാംഗം ചെയ്യുന്നതായിട്ട്. അവര് സൂര്യാരാധകരായിരുന്നു. സൂര്യനെ ആരാധിക്കുന്നതിന് വേണ്ടി, സൂര്യനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സാഷ്ടാംഗത്തിൽ വീഴുന്ന ഒരു കാഴ്ച ഈ രാജ്ഞിയുടെയും അവരുടെ ജനതയുടെയും കാര്യത്തില് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി, എനിക്ക് കാണാനിടയായി. അവര് സൂര്യനെ ആരാധിക്കുന്നത് മിൻ ദൂനില്ല, യഥാർത്ഥ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ടാണ്. സൂര്യനെ ആരാധിക്കുന്നത് അള്ളാഹുവിന് പുറമെ, അല്ലെങ്കിൽ അള്ളാഹുവിനെ കൂടാതെ, അതുമല്ലെങ്കിൽ അള്ളാഹുവിനെ വകവെക്കാതെ അവര് സൂര്യനെയാണ് ആരാധിക്കുന്നത്, സൂര്യനാണ് അവര് സാഷ്ടാംഗം ചെയ്യുന്നത്. ഈ മലിക്കത്ത് മാത്രമല്ല, അവരുടെ നാട്ടുകാരും. വസയ്യന ലഹുമു ശൈത്വാനു അഅ്മാലഹും, ആ ഒരു അവസ്ഥയിൽ പിശാച്, ശൈത്വാൻ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ആകർഷകമായി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പിശാച് അവരുടെ മനസ്സിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അവർ പിൻപറ്റുന്ന ആചാരങ്ങളും രീതികളും, സൂര്യനെ ആരാധിക്കുന്നതും സൂര്യനെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചേഷ്ടകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും, ഇതൊക്കെ വളരെ പ്രധാനമാണ്, അതൊക്കെയാണ് പ്രധാനം എന്നൊക്കെയുള്ള വിധത്തില് പിശാച് അവർക്ക് അത് വളരെ ആകർഷകമായിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വസയ്യന ലഹുമു ശൈത്വാനു അഅ്മാലഹും, ഈ അഅ്മാലിലെല്ലാം വരും. അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോ ഈ അവരുടെ വഴിവിട്ട ഈ ലലാലത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ഈ തെറ്റായ ജീവിത സരണി പിന്തുടർന്നുകൊണ്ട് അവര് അനുഷ്ഠിച്ചു വന്നിരുന്ന സകല സംഗതികളും, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ആരാധനാ കർമ്മങ്ങളും അവരുടെ ജീവിത രീതിയും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്, അതാണ് ഏറ്റവും ഉത്തമമായത് എന്ന വിധത്തില് പിശാച് അവരെ നിരന്തരം അത് ആകർഷകമായി കാണിച്ചു കൊടുത്തുകൊണ്ട് അതില് വലിയ തൃപ്തിയും സന്തോഷമൊക്കെ ഉള്ള ആളുകളാക്കിയിട്ട് പിശാച് അവരെ മാറ്റിയിട്ടുമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവര്
സത്യം ഉൾക്കൊള്ളാൻ അവസരം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ള ആളുകളല്ല. ജീവിത യാഥാർത്ഥ്യം എന്താണ് എന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അവര് അബദ്ധങ്ങളുടെ പുറകെ അതാണ് സുബദ്ധം എന്ന നിലക്ക് അങ്ങനെ പോകുന്ന, അങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ബുദ്ധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളെ വിലയിരുത്താനും വിവേചിച്ച് മനസ്സിലാക്കാനും ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അവര് പിന്തുടർന്നിരുന്ന സകല മൗഢ്യങ്ങളെയും അതാണ് ഏറ്റവും നല്ലത് എന്ന വിധത്തില് അവരുടെ മനസ്സുകൾക്ക് പിശാച് അതൊക്കെയും ആകർഷകമായി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോ നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള ചിത്രങ്ങൾ നിരന്തരം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പശുവിനെ ആരാധിക്കുന്നവരും പശുവിന്റെ മൂത്രം കുടിക്കുന്നവരും അതുപോലെയുള്ള പശുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാഴ്ചയിലെ ഏതൊരു സമൂഹത്തിനും, പരിഷ്കൃതമായ സംസ്കാര സമ്പന്നരായ ഏത് സമൂഹത്തിനും അറപ്പും വെറുപ്പും ഉളവാക്കുന്ന വിധത്തിലുള്ള പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ ചെയ്യുന്ന കാണാം. അത് അവരുടെ ആരാധനാ രീതിയും ഭക്തി പ്രകടിപ്പിക്കുന്ന വഴിയൊക്കെ ആയിട്ടാണ് അവർ പിന്തുടരുന്നത്. യഥാർത്ഥത്തില് നമ്മുടെ നാട്ടിന് വെളിയിലേക്കൊന്ന് യാത്ര ചെയ്താൽ എങ്ങനെയാണ് ആളുകൾ ഇതിനെ നോക്കിക്കാണുന്നത് എന്നത് അവരുടെ അതിനെക്കുറിച്ചുള്ള റിമാർക്സ്, അവരതിനെക്കുറിച്ച് പറയുന്ന അവരുടെ നിരീക്ഷണങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിലെ ഇത്തരം പശുപൂജയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വിഗ്രഹ പൂജയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാവുന്നേ ഇല്ല. അവര് ഈ മൗഢ്യത്തിൽ തന്നെ അതാണ് ഏറ്റവും ഉത്തമമായത് എന്ന ഒരു ബോധ്യത്തിലാണ് നിലകൊള്ളുന്നത്. ആ ഒരു ബോധ്യത്തില് അവരുടെ മനസ്സുകളെ വലിയ തൃപ്തിയിലാക്കി വെച്ചിരിക്കുകയാണ് പിശാച്. ഇത് നമ്മളുടെ ചുറ്റുപാടും നിരന്തരം കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ സബയിലെ ആളുകള് ഏർപ്പെട്ടിരുന്ന സൂര്യ നമസ്കാരവും സൂര്യാരാധനയും സൂര്യനു വേണ്ടിയുള്ള സാഷ്ടാംഗം അനുഷ്ഠിക്കലും സൂര്യാരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതുപോലെയുള്ള പല മൗഢ്യങ്ങളും ഇതൊക്കെ തന്നെയാണ് ശരി, ഇതൊക്കെ തന്നെയാണ് ഗംഭീരമായത് എന്ന ഒരു തോന്നലാണ് അവരില് പിശാച് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ സൂര്യനെ സൃഷ്ടിച്ചവനായ ഒരു റബ്ബുണ്ട്, പ്രപഞ്ചങ്ങളുടെ നാഥനായ ഒരു സ്രഷ്ടാവുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാനോ അവൻ മാത്രമാണ് മനുഷ്യന് വിധേയപ്പെടാൻ അർഹതയുള്ളവൻ എന്ന കാര്യം ഉൾക്കൊള്ളാനോ ഒന്നും അവര് സന്നദ്ധരാകുന്നില്ല. അവര് ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രീതികളും എന്തൊക്കെയായിരുന്നോ അതിലൊക്കെ അങ്ങ് വലിയ ആകർഷകമായിട്ട് അത് തോന്നുകയും അതില് മനസ്സിനെ ഉടക്കി നിർത്തിയിട്ട് അതിലങ്ങ് കഴിഞ്ഞുകൂടാൻ അവരെ പ്രേരിപ്പിക്കുകയുമായിരുന്നു പിശാച് എന്നാണ് ഇവിടെ ഹുദ്ഹുദ് റിപ്പോർട്ട് ചെയ്തതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇവിടെ വിവരിക്കപ്പെടുന്നത് കാണാൻ കഴിയും. വജത്തുഹ വഖൗമഹ യസ്ജുദൂന ലിശംസി മിൻ ദൂനില്ലാഹ്. മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഹുദ്ഹുദിന്റെ വിവരണം ഈ വാചകത്തോടുകൂടി അവസാനിച്ചു എന്നാണ്. വജത്തുഹ വഖൗമഹ യസ്ജുദൂന ലിശംസി മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന് പുറമേ ആയിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിന് പകരം അള്ളാഹുവിന്റെ സ്ഥാനത്ത് അവര് സൂര്യന് സുജൂദ് ചെയ്യുന്നവരായിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയത് എന്നാണ് ഇവിടെ ഹുദ്ഹുദ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനെ തുടർന്ന് ബാക്കി കാര്യങ്ങള് അള്ളാഹുവാണ് വെളിപ്പെടുത്തുന്നത് എന്ന വിധത്തിലാണ് മുഫസ്സിറുകൾ അതിനെ വിവരിക്കുന്നത് കാണുന്നത്. അതിന് വലിയ സാങ്കത്യമുണ്ട്. അതാണ് ശരിയാവാൻ ഏറ്റവും സാധ്യതയുള്ളത്. തുടർന്നുള്ള വാക്കുകൾ ഹുദ്ഹുദിന്റെ വാക്കുകളല്ല, മറിച്ച് അതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു ചില നിരീക്ഷണങ്ങൾ നടത്തുകയാണ് എന്ന വിധത്തിലാണ് അത് മനസ്സിലാക്കുന്നത് ഏറ്റവും യോജിച്ചതായിട്ട് അനുഭവപ്പെടുക. വസയ്യന ലഹുമു ശൈത്വാനു അഅ്മാലഹും. പിശാച് അവർക്ക് അവരുടെ ചെയ്തികള്, പ്രവർത്തനങ്ങള്, അനുഷ്ഠാനങ്ങള്, ആചാരങ്ങൾ ഇതൊക്കെ വളരെ ആകർഷകമാക്കി വെച്ചിരിക്കുകയാണ്, കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നിട്ടോ ഫസദ്ദഹും അനിസ്സബീൽ, ശരിയായ മാർഗത്തിൽ നിന്ന് പിശാച് അവരെ തടഞ്ഞു വെക്കുകയും ചെയ്തിരിക്കുന്നു.
ഒരു കാരണവശാലും സത്യം അന്വേഷിക്കാനും അത് ഉൾക്കൊള്ളാനും അത് പിന്തുടരാനും അവർക്ക് കഴിയാത്ത വിധത്തിൽ പിശാച് അവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫസദ്ദഹും അനിസ്സബീൽ. ഈ ആയത്തുകൾ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ നാട്ടിലെ ചുറ്റുപാടും ഒക്കെയുള്ള ആളുകളുടെ രീതികള് അത് നമ്മുടെ മനസ്സിലേക്ക് വരും തീർച്ചയായിട്ടും. കാരണം ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത യുക്തിരഹിതമായ വളരെ അന്ധവിശ്വാസപരമായ കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമായിട്ട് കാണാൻ കഴിയുന്നത്. ഫസദ്ദഹും അനിസ്സബീൽ. അങ്ങനെ പിശാച് സൂര്യനെ ആരാധിക്കുന്ന വിധത്തിലുള്ള ഇവരുടെ ഈ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ അവർക്ക് വളരെ ആകർഷകമായി കാണിച്ചു കൊടുത്തു. അവരുടെ മനസ്സിനെ അതിലുടക്കി നിർത്തി എന്നതാണ് വസ്തുത. എന്നിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് ഫസദ്ദഹും അനിസ്സബീൽ, അവരെ സൽപന്താവിൽ നിന്ന്, ശരിയായ മാർഗത്തിൽ നിന്ന്, സത്യ മാർഗത്തിൽ നിന്ന് അവരെ പിശാച് തടഞ്ഞു വെക്കുകയും ചെയ്തു. ഫഹും ലാ യഹ്തദൂൻ. ഫലം എന്താണ്? അവരൊരിക്കലും തന്നെ സന്മാർഗം ആവുകയില്ല എന്നതാണ്. ഫഹും ലാ യഹ്തദൂൻ. അവര് സന്മാർഗികളാവുന്നേയില്ല. അവര് ഹിദായത്ത് ലഭിച്ച സന്മാർഗബോധമുണ്ടായ ആളുകളാവുന്നേയില്ല. അവര് മതം എന്ന പേരിൽ ആന്ത്യമാണ് കൊണ്ട് നടക്കുന്നത്. ഒരുതരം അന്ധതയാണ് അവരെ പിടികൂടിയിരിക്കുന്നത്. മതമായിട്ടാണ് അവരതിനെ മനസ്സിലാക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് മനുഷ്യ മനസ്സിൽ പ്രകാശം കോരിച്ചൊരിയുന്ന ഒരു തിരിച്ചറിവോ ഒരു ദർശനമോ ഒരു ആദർശമോ ഒന്നുമല്ല. മറിച്ച് വളരെ അന്ധത മാത്രം പകർന്നു നൽകുന്ന, ഇരുട്ട് നിറക്കുന്ന, മനസ്സിലെ ഇരുട്ട് മാത്രം നിറക്കുന്ന, മനുഷ്യനെ യുക്തിരാഹിത്യത്തിലേക്ക് തന്നെ നിരന്തരമായി കൊണ്ടുപോകുന്ന ഒരു മൂഢമായ വിശ്വാസ ദർശന മാർഗമാണ് അവര് പിൻപറ്റുന്നത്. ഒരു കാരണവശാലും അസ്സബീലിലേക്ക് എന്ന് പറഞ്ഞാൽ ശരിയായ ഒറ്റ മാർഗേ ഉള്ളൂ. ആ സത്യമാർഗത്തിലേക്ക് അവരുടെ മനസ്സ് തുറക്കാൻ സാഹചര്യം ഇല്ലാതാക്കുകയാണ് നിരന്തരം ഈ സംഗതിയിൽ അവരെ കുരുക്കിയിട്ടുകൊണ്ട് പിശാച് ചെയ്യുന്നത്. അവരുടെ മനസ്സിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തുകയാണ്. ഫസദ്ദഹും അനിസ്സബീൽ. അവരെ ശരിയായ മാർഗത്തിൽ നിന്ന്, സത്യമാർഗത്തിൽ നിന്ന്, സൽപന്താവിൽ നിന്ന് പിശാച് അവരെ തടഞ്ഞു നിർത്തുകയാണ്. അത് കാരണമായി ഫഹും ലാ യഹ്തദൂൻ. അവരൊരു നിലക്കും ഹിദായത്ത് നേടാൻ സാധിച്ചവരാകാതെ മാറുകയാണ്. അവരൊരിക്കലും തന്നെ സത്യമാർഗം കാണാനോ ഉൾക്കൊള്ളാനോ പിൻപറ്റാനോ കഴിയാത്തവരായിട്ട് മാറുന്നു എന്നതാണ് അവരുടെ പരിമിതി. ഇതാണ് സബഅ് സമൂഹത്തെ കുറിച്ചിവിടെ നടത്തപ്പെട്ടിരിക്കുന്ന ഒബ്സർവേഷൻ. ഇതിന്റെ ആദ്യ ഭാഗം ഹുദ്ഹുദ് നൽകിയ വിവരണമാണ്. അതിന്റെ ഈ ആയത്തിന്റെ അവസാന ഭാഗം ഇനി തുടർന്നുള്ള ആയത്തുകളിൽ വരുന്ന കാര്യങ്ങളും ഉൾപ്പെടെ ഹുദ്ഹുദിന്റെ ആ റിപ്പോർട്ടിനോട് ചേർത്തുകൊണ്ട് സബഅ് സമൂഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള ആതുരത എന്തായിരുന്നു എന്നത് അള്ളാഹു വെളിപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോ സബഅ് സമൂഹത്തിന്റെ കാര്യം ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി. അവര് വലിയ സമ്പന്നരായ, വലിയ രാഷ്ട്രീയമായ ശേഷിയും ശക്തിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ്. അവര് കച്ചവടത്തിലും അതുപോലെ വ്യാപാരത്തിലും വാണിജ്യ മേഖലയിലും ഒക്കെ തന്നെ വലിയ പിടിപാടുണ്ടായിരുന്ന, വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു സമൂഹമാണ്. 1000-ലേറെ വർഷങ്ങൾ അവരുടെ ആ പ്രതാപവും കരുത്തും ഒക്കെ കാണിച്ചുകൊണ്ട് അവര് നിലക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഈ സൂര്യനെ ആരാധിക്കുക എന്നത് ഒരുപക്ഷെ ദീർഘമായ കാലം അവർ പിന്തുടർന്നു വന്നിരുന്ന അവരുടെ ഒരു രീതിയാണ്. ഇബ്നു ഇസ്ഹാഖ് റിപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അബ്ദുഷംസ് എന്ന പേരിൽ, സൂര്യന്റെ അടിമ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കുലപതിയാണ് ഈ സബഅ് സമൂഹത്തിന്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരാള്. അയാളുടെ പിന്തുടർച്ചക്കാരായിട്ട് അയാളുടെ പിൻഗാമികളൊക്കെയാണ് ഈ സൂര്യാരാധകരായ സബഅ് സമൂഹം ആയിട്ട് മാറുന്നത്
എന്നതാണ് ഇബ്നു ഇസ്ഹാഖിന്റെ ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തുന്നത്. അത് ആവാനും അല്ലെങ്കിൽ ഈ അബ്ദുൽ ഷംസ് എന്നൊരു കഥാപാത്രം ഒന്നും ഇല്ലാതിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇതൊക്കെ ചരിത്രപരമായ ചില അനുമാനങ്ങളാണ് എന്നാണ് കാണാൻ കഴിയുക. എന്തായാലും സബഅ സമൂഹത്തിന്റെ ഈ പ്രതാപത്തെക്കുറിച്ചും അവരുടെ വ്യാപാര മേഖലയിൽ അവർക്കുണ്ടായിരുന്ന വലിയ ശക്തിയും കരുത്തും സ്വാധീനവും ഒക്കെ ഉണ്ടായിരുന്നതിനെ കുറിച്ചും അതുപോലെ അവരുടെ സൂര്യാരാധന പോലെയുള്ള കാര്യങ്ങളെ കുറിച്ചുമൊക്കെ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഇസ്രായേലി ഓറൽ ട്രഡീഷനിൽ ജൂയിഷ് സമൂഹത്തിന്റെ പഴയ അവരുടെ പൗരാണികമായ കഥകളിൽ പുരാണങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ദൈവികമായ വെളിപ്പെടുത്തലുകൾ അതിനെക്കുറിച്ച് നടത്തുന്നു എന്നതാണ് വസ്തുത. അതിന്റെ മുമ്പ് തന്നെ യഹൂദ സമൂഹത്തിന് ഇവരെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു എന്നതും അവരുടെ പൗരാണികമായ ലിഖിതങ്ങളിൽ അത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോ ഈ മലിക്കത്ത് സബഅുകാരുടെ ഈ രാജ്ഞി സൂര്യനെ ആരാധിക്കാൻ വേണ്ടി സൂര്യന് സാഷ്ടാംഗം ചെയ്യുന്നതിന് വേണ്ടി മുതിരുന്ന ഒരു ഘട്ടത്തിലാണ് അവരുടെ അടുക്കലേക്ക് ഹുദുഹുദ് പക്ഷി, പിന്നീട് ഈ സൂറത്തിൽ വിവരിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ, സുലൈമാൻ അലൈഹി ഇസ്ലാമുമായി ഈ ഹുദുഹുദ് പക്ഷി സംഭാഷണം നടത്തിയതിന് ശേഷം ഉണ്ടായ ചില സംഗതികൾ. അപ്പോ സുലൈമാൻ അലൈഹി ഇസ്ലാം ഈ പക്ഷിയുടെ അടുക്കല് ആ രാജ്ഞിക്കായിട്ട് ഒരു സന്ദേശം, ഒരു കത്ത് കൊടുത്തയക്കുന്നുണ്ട്. അത് കൊണ്ടുപോയി ആ രാജ്ഞിയുടെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നത് അവര് സൂര്യാരാധന നടത്താൻ വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്ന ഘട്ടത്തിലാണ് എന്നൊക്കെ ഈ ഇസ്രായേലി സ്രോതസ്സുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം, ഈ രണ്ടാമത്തെ ആയത്തിലെ ഈ വസയ്യന ലഹുമു ശൈത്വാനു അഅ്മാലഹും എന്ന് തുടങ്ങുന്ന ആ ഭാഗം, അവിടുന്ന് അങ്ങോട്ട് അത് ഹുദുഹുദിന്റെ വാക്കുകളല്ല, അള്ളാഹു അവരുടെ യഥാർത്ഥ ചിത്രം എന്താണ് എന്നത് വിവരിക്കുകയാണ് എന്ന ഒരു വിലയിരുത്തലും അല്ലെങ്കിൽ നിരീക്ഷണവും വളരെ ശ്രദ്ധേയമായിട്ട് കാണാൻ കഴിയും. ശൈലി വ്യത്യാസമുണ്ട്, അതിലെ പറയപ്പെടുന്ന കാര്യങ്ങളുടെ പൊതുവെയുള്ള ഫോക്കസ് ഒക്കെ വ്യത്യാസമുണ്ട് എന്നതുകൂടി അത് അങ്ങനെ അനുമാനിക്കുന്നതിന് ഒരു കാരണമാണ്. മക്ക മുശ്രിക്കുകൾ അകപ്പെട്ടിരുന്ന തരം ചില മൗഢ്യങ്ങളാണ് ഈ സമൂഹത്തിന്റെ കാര്യത്തില്, അതുപോലെ മലിക്കത്ത് സബഇനെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ ഇവിടെ ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യം. മക്കയിലെ ആളുകള് ഒക്കെ ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് സാമ്പത്തിക ശേഷിയും രാഷ്ട്രീയമായ സ്വാധീനവും വലിയ ആധിപത്യവും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാമായി എന്ന ഒരു കാര്യമാണ്. ഈ സമൂഹത്തിനും അങ്ങനെ ഒരു മൂഢമായ ധാരണയാണ് ഉണ്ടായിരുന്നത്. മനുഷ്യന് അവന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉചിതമായ ഏറ്റവും ശരിയായ ജീവിത സരണി പിന്തുടരുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം എന്ന ഒരു സന്ദേശം വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു കാര്യം എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ സമൂഹങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ഈ ഒരു സംഗതി ഉൾക്കൊള്ളാത്ത ഒരു സമൂഹമായിരുന്നു ആ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ അഭിസംബോധന ചെയ്യാനുണ്ടായിരുന്നത് എന്ന ഒരു വസ്തുത പരിഗണിക്കുമ്പോൾ സബഉമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സംഭവങ്ങൾ ഇവിടെ വിവരിക്കുന്നത് മക്കയിലെ സമകാലികരായ ആളുകളെ അവര് എത്തിപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥ എത്ര പരിതാപകരമാണ് എന്നത് അവരെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുവെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഇവിടെ നേരത്തെ വന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് പരിഗണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ ഉന്നയിച്ച ചോദ്യത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു ചോദ്യം ചിന്മയ തന്നെയാണ് ഉന്നയിക്കുന്നത്.
ദൈവം ദൂതനിലൂടെ അവതരിപ്പിച്ചു എന്ന് പറയുന്ന ആയത്തുകൾക്ക് എന്താണ് വിശ്വാസ്യത ഉള്ളത്? പ്രത്യേകിച്ചും പ്രപഞ്ച സ്രഷ്ടാവ് എന്ന് അവകാശപ്പെടുന്ന ആ ദൈവം പ്രാപഞ്ചിക തത്വങ്ങളെ തികച്ചും തെറ്റായ രീതിയിൽ ഖുർആനിൽ പ്രതിപാദിക്കുന്നതായി കാണുമ്പോൾ എന്നാണ്. അപ്പോ വിശുദ്ധ ഖുർആൻ ദൈവിക വചനങ്ങളായിട്ട് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നതാണ് ഈ ചോദ്യത്തിന്റെ മർമ്മം. വിശുദ്ധ ഖുർആൻ ഒരു യാഥാർത്ഥ്യമാണ് എന്നത് എല്ലാവർക്കും അറിയാം. കാരണം അത് ഇവിടെ ഉണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. ഒരു 1500ഓളം വർഷങ്ങളായിട്ട് മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ വിശുദ്ധ ഖുർആൻ എന്ന ഒരു സംഗതി ഉണ്ട്. അതുണ്ട് എന്നത് തന്നെ നമുക്ക് ചില ബോധ്യങ്ങൾ നൽകുന്നുണ്ട്. അതൊന്ന് ആലോചിച്ചാൽ മതിയാവും. ഒന്നുകിൽ ഇത് ഉണ്ടല്ലോ, 1500 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് ഇത് ഉണ്ടായിരുന്നില്ല. അപ്പോ അതിനുശേഷം ലോകത്ത് മനുഷ്യരുടെ മുന്നിൽ അവർക്ക് വായിക്കാനും പഠന വിധേയമാക്കാനും ഒക്കെ പറ്റുന്ന വിധത്തിൽ അവരുടെ മുന്നിൽ സംഗതി ഉണ്ട്. അപ്പൊ ഏതോ ഒരു ഘട്ടത്തിൽ അത് ഉണ്ടായതാണ്. ആരാണ് അതിന്റെ പുറകിലുള്ളത്, ആരാണ് അത് ഉണ്ടാക്കിയത് എന്നൊരു ചോദ്യം ന്യായമാണല്ലോ. ഏത് ലിഖിത രൂപത്തിലായാലും ഓറൽ ട്രഡീഷനിലുള്ളതായാലും ഏത് രചനയുടെയും കാര്യത്തിൽ ഒരു രചയിതാവിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. രചയിതാവിന് നമുക്ക് പേര് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിലും അത് രചിച്ചത് ഏകദേശം ഇന്ന കാലഘട്ടത്തിലുള്ള ഒരാളാണ് എന്ന് പറയുകയും ചെയ്യാൻ സാധിക്കും. ധാരാളം കൃതികൾ, പ്രത്യേകിച്ച് ഈ വാമൊഴിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ധാരാളം സാഹിത്യ രചനകള് അത് അനോണിമസ് ആയിട്ട് അറിയപ്പെടാത്ത ഏതോ ഒരു എഴുത്തുകാരൻ എന്ന നിലക്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്, അതിനെ ലേബൽ ചെയ്യാറുണ്ട്. ഏതോ ഒരു കാലഘട്ടത്തില് 6-ാം നൂറ്റാണ്ടിലെയോ 7-ാം നൂറ്റാണ്ടിലെയോ ഒരു പ്രാദേശിക എഴുത്തുകാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിനെ ലേബൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ലേബൽ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യനിലേക്ക് ആസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ വിശുദ്ധ ഖുർആൻ എന്നത് നിങ്ങൾ പഠന വിധേയമാക്കി നോക്കും. അതിൽ ഒരു വരിയെങ്കിലും അങ്ങനെ സാധിക്കുമോ എന്നത്. മനുഷ്യന് രചനാ പാടവം പ്രകടിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് രചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സാഹിത്യ രചനകള് ലോകത്തെല്ലാ ഭാഷകളിലും വേണ്ടത്ര നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ തന്നെ വായിക്കുമ്പോൾ നമുക്ക് അവ ഏതോ ഒരു കാലഘട്ടത്തിലെ ഒരു മനുഷ്യന്റെ രചനയാണ് എന്നത് ബോധ്യപ്പെടുന്ന ആയിരക്കണക്കിന് സൂചനകൾ അതിലുണ്ടാകും. പക്ഷെ വിശുദ്ധ ഖുർആന് അങ്ങനെ ഒരു കാലഘട്ടത്തിലെ ഒരാളിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിശകലനം ചെയ്ത് പറയാൻ ഒരു നിലക്കും സാധ്യമല്ല എന്നതാണ്. അതിനെ ക്ലോസ് ടെക്സ്ച്വൽ സ്റ്റഡി നടത്തിയാൽ നിങ്ങൾക്ക് എന്നല്ല എല്ലാവർക്കും ബോധ്യപ്പെടാം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രചനയാണ് എന്ന വിധത്തിൽ പലരും പറഞ്ഞു വെക്കുന്നത് ഒരിക്കലും തന്നെ സ്വീകരിക്കപ്പെടാതെ അതിന് യാതൊരു സ്വീകാര്യതയും ഇല്ലാതെയായി മാറുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നമ്മുടെ കാലഘട്ടത്തിലേതുപോലെയുള്ള വലിയ ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരാളാണ് എന്ന് തന്നെ സങ്കല്പിച്ചു നോക്കും. അങ്ങനെയാണെങ്കിൽ ആ വിധത്തില് വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് നമ്മുടെ കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു രചന നടത്താൻ സാധിക്കേണ്ടതാണല്ലോ. ചരിത്രത്തില് മനുഷ്യന്റെ രചനയായിട്ട് അറിയപ്പെടുന്ന ഒരു സൃഷ്ടിയും ഒരു സാഹിത്യ രചനയും അതിന്റെ അതുപോലെയുള്ളത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും എഴുത്തുകാർ കടന്നു വന്ന് അതിന് സമാന്തരമായി അല്ലെങ്കിൽ അതിന് പാരഡിയായി അല്ലെങ്കിൽ അതിന്റെ ഇമിറ്റേഷനായി ഒരുപക്ഷെ അതിനേക്കാൾ മെച്ചപ്പെട്ടതൊക്കെയായിട്ട് രചന നടത്തിയിട്ടില്ലാത്ത യാതൊന്നുമില്ല. ഏത് തരം സൃഷ്ടിയാണെങ്കിലും, നാടകമാണെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട, അതിനേക്കാൾ ആ നാടകകൃത്ത് പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ടെക്നിക്കുകളെ അല്ലെങ്കിൽ ശൈലിയെ ഒക്കെ തന്നെ കവച്ചു വെക്കുന്ന വിധത്തിലുള്ള വേറെയും സൃഷ്ടികൾ വന്നിട്ടുണ്ട്. കവിതയാണെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആൻ മനുഷ്യന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായ ഒരു മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച്
അവരെ കേൾപ്പിച്ചിട്ട് 1500ഓളം വർഷങ്ങൾ പിന്നിട്ടിട്ട് ഇന്ന് വരെയും എന്തുകൊണ്ടാണ് അതിന്റെ ഒരു ബദലായിട്ട് അതുപോലെയുള്ള ഒന്ന് മറ്റൊരാൾക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇത് യുണീക്കായ ദൈവിക വചനങ്ങളാണ് എന്ന കാര്യം. അതിന്റെ ഒരുപാട് വിശദാംശങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോ പ്രത്യേകിച്ചും പ്രപഞ്ച സൃഷ്ടാവ് എന്ന് അവകാശപ്പെടുന്ന ആ ദൈവം പ്രാപഞ്ചിക തത്വങ്ങളെ തികച്ചും തെറ്റായ രീതിയിൽ ഖുർആനിൽ പ്രതിപാദിക്കുന്നതായി കാണുമ്പോൾ എന്നാണ് അദ്ദേഹത്തിന്റെ ന്യായമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പ്രാപഞ്ചിക നിയമങ്ങള് നമ്മൾ പ്രത്യക്ഷത്തില് ഇവിടെ ഭൂമുഖത്തും പ്രപഞ്ചത്തിൽ ഒന്നാകെയുമായിട്ട് പ്രവർത്തനക്ഷമമായ ചില നിയമങ്ങളുണ്ട്. അതാണ് പ്രാപഞ്ചിക നിയമങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നേരത്തെ മൂസ അലൈഹി ഇസ്ലാമിന്റെ സമുദ്രം പിളർത്തിയിട്ട് കടന്നുപോയ സംഭവങ്ങൾ, ഈ പ്രാപഞ്ചിക നിയമങ്ങളുടെ ഒക്കെ ഉപജ്ഞാതാവ് പ്രപഞ്ച സൃഷ്ടാവാണ്. പ്രപഞ്ച സൃഷ്ടാവ് ആണ് എന്നതുകൊണ്ട് തന്നെ ആ പ്രാപഞ്ചിക നിയമങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കും. പ്രാപഞ്ചിക നിയമങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നത് നമുക്ക് തന്നെ കാണാൻ കഴിയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോ കാലാവസ്ഥയിൽ വ്യതിയാനം ഉണ്ടാകുന്നത്, മഴ കൂടുകയും കുറയുകയും ചെയ്യുന്നത്, പ്രളയം ഉണ്ടാവുന്നത്, ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ കൃത്യമായി പാലിക്കപ്പെടുന്ന ഒരു പ്രാപഞ്ചിക വ്യവസ്ഥ അനുസരിച്ചോ അല്ല. അതിൽ പലപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ മാറ്റങ്ങൾ ആരാണ് ഉണ്ടാക്കുന്നത്? കൃത്യമായിട്ട് എല്ലാ വർഷവും ഒരേപോലെയാണോ, ഒരേ രീതിയിലാണോ, ഒരേ സമയത്താണോ മഴ വർഷിക്കുന്ന? അതിൽ മാറ്റം ഉണ്ടാവാറില്ലേ? നമ്മളിതെന്താണ് ഇങ്ങനെ കാലാവസ്ഥ വലിയ മാറ്റം ഉണ്ടാവുന്നുണ്ടല്ലോ എന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പോ പ്രാപഞ്ചിക വ്യവസ്ഥയും പ്രകൃതി നിയമങ്ങളും ഒക്കെ ദൈവികമായിട്ടുള്ള സംവിധാനങ്ങളാണ്. ഈ സംവിധാനങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അതിനെ മറികടക്കുന്ന ചില ദൈവികമായ നടപടികൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതാണ് നമുക്ക് വലിയ ഞെട്ടലുണ്ടാവുന്ന പ്രളയം, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ, പ്രകൃതിക്ഷോഭം, അങ്ങനെയൊക്കെയുള്ള പല സംഗതികളും നമുക്ക് കാണാൻ കഴിയുന്ന അതിന്റെ ലക്ഷണങ്ങളാണ്. ഇതേപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ ഇതിപ്പോ ഈ വിശുദ്ധ ഖുർആന്റെ അവതരണം, നിങ്ങൾ അതിന്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യം, എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിരക്ഷരന് ഒരു ദിവസം പോലും പ്രയത്നമെടുക്കാതെ ഇത്രയും വലിയൊരു ഗ്രന്ഥം പൂർണ്ണമായിട്ട് ഹൃദിസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്? ചരിത്രത്തിൽ വേറെ ഒരൊറ്റ ഉദാഹരണമെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? സമാനമായി ദൈവിക വെളിപാടുകൾ ലഭിച്ച വേറെ പ്രവാചകന്മാർക്ക് ഉണ്ടാകും. അതല്ലാത്ത ഏത് സാധാരണ മനുഷ്യനാണ് ഇത്രയും വലിയ 600-ലേറെ പേജുകളുള്ള ഒരു ഗ്രന്ഥം, 6236 ആയാത്തുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥം എങ്ങനെയാണ് ഒരു പ്രയത്നവും നടത്താതെ ഒരാളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കാൻ സാധിക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അത് പ്രകൃതി നിയമം അനുസരിച്ചോ പ്രാപഞ്ചിക വ്യവസ്ഥ അനുസരിച്ചോ അല്ല. ആ പ്രാപഞ്ചിക വ്യവസ്ഥയില് പ്രപഞ്ച സൃഷ്ടാവ് തന്നെ മാറ്റമുണ്ടാക്കുകയാണത്. അത് മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്നതിന് വേണ്ടിയുള്ള അവൻ സ്വീകരിച്ച ഒരു മാധ്യമമാണ്, ഒരു നടപടിയാണ്. ഇത് ഞാൻ പറയുന്നത് ഒരിക്കലും തന്നെ ഒരു മനുഷ്യന് വിശുദ്ധ ഖുർആൻ എന്ന ഒരു ഗ്രന്ഥം മനുഷ്യന് സ്വയമേ രചിക്കാൻ സാധ്യമല്ല എന്ന ഏറ്റവും സ്കോളർലി ആയ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ലോകത്ത് ഒരാൾക്കും, വൈജ്ഞാനിക ലോകത്തിന്റെ പ്രതിനിധിയായ ഒരാൾക്കും തന്നെ വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ രചനയാണ് എന്നത് സ്ഥാപിക്കാൻ സാധ്യമല്ല. മറിച്ചാണ് ഒരിക്കലും മനുഷ്യന്റെ രചനയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാത്ത ഒരു സംഗതിയാണ് വിശുദ്ധ ഖുർആൻ എന്നതാണ് വസ്തുത. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അത് പക്ഷെ നമ്മുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമായിട്ടുണ്ട്. അപ്പൊ ഏത് പ്രാപഞ്ചിക വ്യവസ്ഥയുടെയും നിയമത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുള്ളത് എന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ മനുഷ്യന്റെ ഒരു ജീവിതം എന്നത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. മനുഷ്യന് ജീവിതം എന്താണ് എന്നത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ധർമ്മം ഇവിടെ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. എന്താണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യമാവേണ്ടത് എന്നത് അവൻ അറിയാൻ
ഒരു സംവിധാനം ഉണ്ടാവേണ്ടതുണ്ട്. മനുഷ്യനൊരു സ്രഷ്ടാവ് ഉണ്ടെങ്കിൽ മനുഷ്യനത് പഠിപ്പിച്ചു കൊടുക്കാൻ അവന് ബാധ്യസ്ഥതയും ഉണ്ട് എന്നതാണ് യുക്തിപരമായിട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. അതുകൊണ്ട് താങ്കൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഈ കാര്യത്തിന് മതിയായ ഒരു പ്രതികരണമായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു ചോദ്യം, ഇസ്ലാം മതത്തിൽ ഒരു പ്രത്യേകത മതം വിടുന്നവർക്ക് ഉള്ള കടുത്ത ശിക്ഷയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഖുർആന്റെ സ്വാധീനം വിശ്വാസികളെ പിടിച്ചു നിർത്താൻ അപര്യാപ്തമാണ് എന്നല്ല. മതത്തെ ഉപേക്ഷിക്കുന്നവർക്ക്, വിശ്വാസവും ഉപേക്ഷിക്കുന്നവർക്ക് നൽകപ്പെടുന്ന കടുത്ത ശിക്ഷ എന്ന സംഗതി അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാണ്. രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളുമായിട്ട് രംഗത്ത് വരുന്ന വിശ്വാസം വെടിഞ്ഞ ആളുകളുടെ പേരിൽ മാത്രമേ, അവർക്കെതിരിൽ മാത്രമേ ഇസ്ലാം നടപടി എടുക്കാറുള്ളൂ. അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആന്റെ സ്വാധീനം വിശ്വാസികളെ പിടിച്ചു നിർത്താൻ അപര്യാപ്തമായതുകൊണ്ട് ഇങ്ങനെ കടുത്ത ശിക്ഷ നടപ്പിലാക്കിയതാണ് എന്ന അദ്ദേഹത്തിന്റെ ഒബ്സർവേഷന് കഴമ്പില്ല. കാരണം വിശ്വാസം കൈവെടിഞ്ഞു എന്ന കാരണത്താല് ആരെയും ഇസ്ലാം ശിക്ഷാ നടപടിക്ക് വിധേയമാക്കുകയില്ല. ഇസ്ലാമിക സംവിധാനം ഉള്ളിടത്ത് തന്നെ അത് പരസ്യമായി രാജ്യത്തെയും സമൂഹത്തെയൊക്കെ വെല്ലുവിളിക്കുകയും രാജ്യദ്രോഹപരമായ വിധത്തില് ഇസ്ലാം വിരുദ്ധമായ നിലപാടുകളുമായിട്ട് ശത്രുക്കളെ സഹായിക്കുകയും ശത്രുക്കൾക്ക് ഇസ്ലാമിക സമൂഹത്തിനെ ഒറ്റുകൊടുക്കുകയൊക്കെ ചെയ്യുന്ന വിധത്തിലുള്ള രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമേ അത്തരം നടപടികൾ ഇസ്ലാമിക സമൂഹം സ്വീകരിക്കാറുള്ളൂ എന്നതാണ് വസ്തുത. ആ രാജ്യദ്രോഹത്തിന് കടുത്ത ശിക്ഷ നൽകുന്നത് ഇസ്ലാം മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ വിശ്വാസത്തില് ഇളക്കം പറ്റാതിരിക്കാൻ വേണ്ടി ഇസ്ലാമിക വിശ്വാസം കൈവെടിയുന്നവരെ കടുത്ത ശിക്ഷയ്ക്ക് ഇസ്ലാം വിധേയമാക്കുകയാണ് എന്ന് നിങ്ങൾ പറയുന്നത് യാതൊരു കഴമ്പും ഇല്ലാത്ത, ഒരു അടിസ്ഥാനവും ഇല്ലാത്ത സംഗതിയാണ്. ഇസ്ലാമിക സമൂഹത്തില്, ലോകത്ത് ഇപ്പോ ഇസ്ലാമിക ഭരണമൊന്നും ഇല്ലാത്ത പ്രദേശങ്ങളിൽ ധാരാളം അവിശ്വാസികളും അർദ്ധവിശ്വാസികളും ഇസ്ലാം ഉപേക്ഷിച്ചു പോയ എക്സ് മുസ്ലിംസ് ഒക്കെ കാണാൻ കഴിയും. അറബ് ലോകത്തും ഒറ്റപ്പെട്ട ആളുകള് ഇങ്ങനെ വിശ്വാസരാഹിത്യത്തില്, അതുപോലെ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാത്ത ജീവിത രീതിയിലൊക്കെ കഴിയുന്നവരായിട്ട് എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അറബ് ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ട്. അത് അങ്ങനെ ഒറ്റപ്പെട്ട ആളുകളും അങ്ങനെയുണ്ട്. പക്ഷെ അതൊന്നും ആരും ഇടപെടുകയോ അതില് ഭരണകൂടം എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയോ ചെയ്യാറില്ല എന്നതാണ് വസ്തുത. അങ്ങനെ ഒരു നിർദ്ദേശം ഇസ്ലാം നൽകിയിട്ടുമില്ല എന്നത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. വാസുദേവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.